വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയ ഗോൾഡൻ വിസയെക്കുറിച്ച് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. നിരവധി പ്രമുഖരാണ് ശരിക്കും ഈ വിസ സ്വന്തമാക്കി യിലേക്ക് എത്തുന്നതും. 10 വർഷം താമസിക്കാൻ അനുമതി നൽകുന്നതാണ് ശരിക്കും യുടെ ഗോൾഡൻ വിസ എന്നത്. അതേസമയം തന്നെ അമേരിക്കൻ സമാനമായ വിസ പ്രഖ്യാപിക്കുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതിനെ തുടർന്ന് EB-5 ഇൻവെസ്റ്റർ വിസയിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിക്കൊണ്ടാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. യുടെ ഗോൾഡൻ വിസയും അമേരിക്കയുടെ ഗോൾഡൻ വിസയും തമ്മിൽ താരതമ്യം ചെയ്താൽ യുഎയുടേത് ഒരു പടി മുന്നിലാണ് നിൽക്കുന്നത്. മാത്രമല്ല, അമേരിക്കയിലെ ജീവിതം അനന്ത സാധ്യതകൾ വ്യവസായികൾക്കും നിക്ഷേപകർക്കും മുന്നിൽ തുറക്കുന്നതുമാണ്. ഇക്കാര്യത്തിൽ മോശമല്ല എന്ന് അടുത്ത കാലത്ത് തെളിയിച്ചിരുന്നു. നിക്ഷേപകർ, വിദഗ്ധർ, കണ്ടന്റ് ക്രിയേറ്റർ, റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിങ്ങനെ തുടങ്ങിയവർ നിരവധി രംഗങ്ങളിൽ തിളങ്ങിയ ആളുകളാണ് ഗോൾഡൻ വിസ കൂടുതലും നൽകുന്നത്. സ്പോൺസറുടെ ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. താമസം, ജോലി, പഠനം തുടങ്ങിയ ഏത് കാര്യങ്ങൾക്കും യുഎയിലെ 7 എമിറ്റേറ്റുകളിലും ഇതുവഴി പോകുവാൻ കഴിയുന്നതാണ്. അതേസമയം തന്നെ ഗോൾഡൻ വിസ ലഭിക്കാൻ 5.45 ലക്ഷം നിക്ഷേപിച്ചാൽ മതി. ഒന്നിലധികം പേർ ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുവാനും കഴിയും. നിർമ്മാണത്തിലുള്ള വസ്തു വാങ്ങാവുന്നതുമാണ്. ഇത്തരത്തിൽ ഏത് തരം നിക്ഷേപവുമാകാം. ദുബായ് റെസ്റ്റാപ്പ് വഴി 1 മാസത്തിനകം ഗോൾഡൻ വിസ ലഭിക്കുന്നതാണ്. നടപടികൾ വേഗത്തിൽ നടക്കുമെന്നതാണ് യുഎയിലെ പ്രത്യേകത എന്നതും. പക്ഷേ അമേരിക്കയിലെ ദീർഘകാല വിസ കിട്ടാൻ ഏറെ സമയമെടുക്കുന്നതായിരിക്കും. അതിനുള്ള കാരണം നിരവധി നടപടിക്രമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുഎയിൽ വ്യക്തിഗത ആദായ നികുതി ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സുരക്ഷിത നഗരമായി ലോകം കാണുന്ന ദുബായ് ഉൾപ്പെടെ കൂടുതൽ പേരെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നേരിട്ട് വിമാനമുണ്ട് എന്നത് യുഎയുടെ മറ്റൊരു പ്രത്യേകതയായി നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അമേരിക്കയിലാണെങ്കിൽ നികുതിയും നിലനിൽക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള വരുമാനത്തിനും നികുതി കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനെ തുടർന്ന് പൗരത്വം കിട്ടാനും മികച്ച പഠന സൗകര്യത്തിനും അവസരം നൽകുന്നുണ്ട്. മാത്രമല്ല, യുഎയുടെ ഗോൾഡൻ വിസ അനുവദിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം നോക്കാറില്ല. നേരെ മറിച്ച് അമേരിക്കയുടെ കാര്യം വേറെയാണ്. ഗോൾഡൻ വിസ ലഭിച്ചവർക്ക് പങ്കാളി, മക്കൾ, വീട്ടുജോലിക്കാർ എന്നിവരെ സ്പോൺസർ ചെയ്യാവുന്നതാണ്. വിദേശത്ത് താമസിച്ചാലും വിസ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ഏറെക്കാലം വിദേശത്ത് താമസിച്ചാൽ അമേരിക്കയിൽ റീ എൻട്രി ബുദ്ധിമുട്ടായിരിക്കും. അതായത് യുഎയിൽ സ്വാതന്ത്ര്യം കൂടുതലും നിയന്ത്രണം കുറവുമായിരിക്കും എന്നർത്ഥം.